വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ കുടുംബത്തിന്റെ കടബാധ്യത അറിഞ്ഞിരുന്നില്ല എന്ന അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ല എന്നും റഹീം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ സാമ്പത്തിക ബാധ്യതയായിരുന്നു കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. 65 ലക്ഷത്തോളം രൂപ കടമുണ്ടായിരുന്നുവെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കുടുംബത്തിന് അത്രയേറെ കടബാധ്യത ഉള്ളതായി തനിക്കറിയില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. 65 ലക്ഷം രൂപ കടബാധ്യതയുള്ളത് തനിക്കറിയില്ലെന്നും ബാങ്ക് ലോണും മറ്റു കടങ്ങൾ ഉൾപ്പെടെ 15 ലക്ഷത്തിലെ ബാധ്യതയുണ്ടെന്നും അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞു. ഇഖാമ പുതുക്കാൻ സാധിക്കാതെ വർഷങ്ങളായി വിദേശത്തകപ്പെട്ടു പോയ അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധം അറിയാമായിരുന്നു. അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണ്ണമെടുക്കാൻ അടുത്തിടെ 60,000 രൂപ താൻ അയച്ചു നൽകിയെന്നും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു തരത്തിലും മകനെ അറിയിച്ചിരുന്നില്ല എന്നും റഹീം മൊഴിയിൽ പറയുന്നു. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. അതേസമയം മകൻ ആക്രമിച്ചത് മറച്ചുവെച്ച് അഫാന്റെ ഉമ്മ ഷമീന മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ് ഷമി മൊഴിയിൽ ആവർത്തിക്കുന്നത്. ജനം, തിരുവനന്തപുരം.